വട്ടാടയിൽ നിന്ന് ഞങ്ങൾ നേരെ തിരിച്ചത് കട്ടപ്പനയിലേക്കാണ്. മൂന്നാർ പൂർണ്ണമായി ഞങ്ങൾ കറങ്ങിയില്ലെങ്കിലും മൂന്നാറിലെ ട്രാഫിക്കും ബ്ലോക്കും തിരക്കും കാരണം കുറച്ചുകൂടി ശാന്തമായ ഇടത്തേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. കട്ടപ്പനയുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഇടുക്കി ജില്ലയുടെ ഏതാണ്ട് സെൻട്രായി പ്രവർത്തിക്കുന്ന ഭാഗമാണ് കട്ടപ്പന. കട്ടപ്പനയിൽ നിന്ന് ഇടുക്കിയുടെ എല്ലാ ഭാഗവും എക്സ്പ്ലോർ ചെയ്യാം. കട്ടപ്പന റൂം എടുത്ത ശേഷം ആദ്യം പോയത് ഇടുക്കി റൂട്ടിലേക്കാണ്, നമ്മുടെ ഇടുക്കി ഡാമൊക്കെ ഉള്ള റൂട്ടിലേക്ക്. ഇടുക്കി ഡാം കാണണമെങ്കിൽ നമ്മൾ ആദ്യം ചെറുതോണി ഡാമിൽ നിന്ന് എൻട്രൻസ് എടുക്കണം. ഒരാൾക്ക് ഏതാണ്ട് 25 രൂപയാണ് എൻട്രൻസ് ഫീ. ശേഷം നമുക്ക് ഡാം ചുറ്റിക്കാണാം. മറ്റു പ്രധാന കാര്യം എന്തെന്നാൽ ഇവിടെ പ്രത്യേക സംരക്ഷണ മേഖല ആയതുകൊണ്ട് തന്നെ ക്യാമറ മൊബൈലൊന്നും തന്നെ ഇവിടെ അലോഡല്ല. ഇടുക്കി ഡാമിനൊരു ഹീറോ ഉണ്ട്. പിന്നെ ഞങ്ങൾ പോയത് അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആർച്ച് ഡാം, കേരളത്തിൻ്റെ വൈദ്യുതി വിതരണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഡാം. ഇതിൻ്റെ പിന്നിൽ ഇതിന് സ്ഥാനം കാട്ടിക്കൊടുത്ത ഒരാളുണ്ട്, കൊളുമ്പൻ. അന്നത്തെ അവിടുത്തെ ട്രൈബൽ നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സമാധി നമുക്ക് ഇടുക്കി ഡാമിലേക്ക് പോകുന്ന വഴിയെ കാണാം. അദ്ദേഹം തൻ്റെ 112-ാം വയസ്സിൽ മരിച്ചു. ഇടുക്കി ഡാം പദ്ധതി കമ്മീഷൻ ചെയ്യുന്നത് കാണാനാവാതെ. പദ്ധതി അദ്ദേഹത്തിന് കാണാനായില്ലെങ്കിലും ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഓർക്കുന്നു ഈ പദ്ധതിയിലൂടെ. ഞങ്ങൾ കൊളുമ്പൻ സമാധിയും കണ്ട് ശേഷം ഇടുക്കി ഡാമിൻ്റെ താഴെ വൈകുന്നേരത്തെ ചായം കുടിച്ചിരിക്കുമ്പോഴാണ് അവിടുത്തെ ചേട്ടൻ പറഞ്ഞത് കാൽവരി മൗണ്ടിലേക്ക് ഇപ്പോൾ പോയാൽ സൺസെറ്റ് വ്യൂ കാണാമെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, മാപ്പ് ഇട്ട് നേരെ കാൽവരി മൗണ്ടിലേക്ക് വിട്ടു. പോകുന്ന വഴിയാണ് അപ്രതീക്ഷിതമായി ഇവരെ കണ്ടത്. ചെറുതോണി ഡാം அங்கேதான் அணை போட்டிருக்கு, அதோட வெள்ளம் தான் இங்கே கிடக்கு. அங்கதான் டாம் கட்டிருக்கு. അതിന്റെ ഡാമിന്റെ பர்மிஷன் எடுத்து போனீங்களோ? போய் കണ്ടോ? ചെറുതോണി ഡാമിലാ പോയി കണ്ട്. എവളോ പെർമിഷൻ എടുത്തോ? പെർമിഷൻ എടുത്ത് ഉള്ളിൽ കയറിയില്ല, പുറമെ ജസ്റ്റ് കണ്ടു പോന്നാ. പൈസ ചോദിച്ചോ? അല്ല, ഉള്ളിൽ ക്യാമറ നല്ലോടല്ലേ, അതുകൊണ്ട് ഞങ്ങള് ഇപ്പൊ പിന്നെ അങ്ങോട്ട് പോകുന്നതാ. ചോദിച്ചിട്ട് പെർമിഷൻ എഴുതിട്ട് പോണീല്ലോ. அதுதான் இந்த டாம், இந்த வெள்ளம் கிடக்கிறது அதான் கட்டியிருக்கு. இதுல அதோட இதுல என்ன ஒரு சீன் மாதிரி இருக்கும், எல்லாம் அங்கே அங்கே என்ன வெள்ளம் கிடக்கல, அதுக்கு தான் எல்லாரும் வர்றது, வேற ஒண்ணுக்கு இல்லை. இப்போ நம்மள ஒரு வடிவம் இப்படி ஒரு அப்படி அப்படி அழகாயிட்டாங்கன்னு ஒரு சீன் കാണാം, அதுக்கு தான் போறது இல்லை. ഒരു ഡാമിന്റെ ബാക്കിയില്ലേ, ഡാമിന്റെ പോണ വഴിയില്ലേ, இப்போ ஸ்ரீலங்கா மாதிரியும் இந்தியா மாதிரியும் அமெரிக்கா மாதிரி ഓക്കെ. இப்போ ശ്രീലങ്ക ഇങ്ങനെ ഒരു വാളായിട്ട്, അപ്പൊ അതാണ് അങ്ങനെ ഉള്ളു മെപ്പ്. അത് കാണാൻ എല്ലാവരും വേറെ അത് കാണാൻ വേണ്ടി அந்த வெள்ளம் கிடக்க அதுல மேடு மேடு திட்டிருக்காங்க. ജസ്റ്റ് ഒന്ന് കേറി നോക്കട്ടെ, നോക്കട്ടെ. അന്താജിലെ മാതിരി പോയിട്ട് വരണം ആണുങ്ങ தானே. ഞങ്ങൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഇടുക്കി ഡാമിലെ വെള്ളവും കുറൻകുത്തി മലനിരകളും സൂര്യാസ്തമയവും എല്ലാം കൂടി വിഷ്വൽസിൻ്റെ പെരുന്നാളായിരുന്നു ഇവിടെ. ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കുന്ന ഒരു ഫേവറേറ്റ് സ്പോട്ട് തന്നെയാണ് ഇവിടം. മലയുടെയും ഡാമിൻ്റെയും ഈ സംഗമം മറ്റൊരു മലമുകളിൽ നിന്ന് കാണുന്നതിൻ്റെ സൗന്ദര്യം, അതുതന്നെയാണ് കാൽവരി മൗണ്ടിൻ്റെ ഹൈലൈറ്റ്. ഒരു രക്ഷയില്ലല്ലേ, കാൽവരി മൗണ്ട് എങ്ങനത്തെ അതിൻ്റെ അഭിപ്രായം? ഒന്നും പറയാനില്ല. ഏതാ വ്യൂ അല്ലേ കാൽവരി മൗണ്ടിൻ്റെ? കറക്റ്റ് തീർക്കാനാവില്ല, ഇത് കാണാൻ തന്നെ വേണം ഇവിടെ വന്ന്. മറ്റേ ശരിക്കുള്ള വ്യൂ അല്ല ഞങ്ങൾ കയറിയത്, ഈ സൈഡിൽ കൂടെയുള്ള വേറൊരു വ്യൂ. ശരിക്കുള്ള വ്യൂ കണ്ടെങ്കിലും ഇത് കയറി വന്നാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഒരു സൈഡ് ഡാമും ഒരു സൈഡ് മല, ഇതിൻ്റെ ഇടയിൽ കൂടെ സൂര്യനും മറ്റേ ചുവപ്പ് കളറും. അമേസിങ്, ഒരു രക്ഷയില്ല.
കുരിശ് ചുമന്ന് വിശ്വാസികൾ വരുന്ന സ്ഥലം കൂടിയാണ് കാൽവരി മൗണ്ട്. മരങ്ങൾ കൊണ്ട് നിർമ്മിച്ച ധാരാളം കുരിശുകൾ ഞങ്ങൾ അവിടെ കണ്ടിരുന്നു. അങ്ങനെ ഈ മലിൻ്റെ പേരെന്തായും മോനെ? കൊളുക്കുമല്ലേ? കാൽവരി മൗണ്ട്. കാൽവരി മൗണ്ടിൽ ഒരു സൈഡിലെ മല കയറി ഞങ്ങൾ ഇറങ്ങാണ്. ഈ മല ഇറങ്ങുമ്പോൾ വഴി തെറ്റിപ്പോയി ഷെക്കുവിന്. ഇതിപ്പോൾ ഒന്നും കാണുന്നില്ല ക്യാമറയിൽ. മുന്നിൽ വെളിച്ചവും തെളിച്ചുകൊണ്ട് മൂനിസ് ആൻഡ് ഷക്കീൽ അങ്ങോട്ട് ഇതാക്ക്. ഭയക്കണം ഇവനെയും. ചാണകം മാൻ, ഒരു രക്ഷയില്ല. ഇരുൾ നിറഞ്ഞ വഴിയിലൂടെ ഞങ്ങളിങ്ങനെ പോവാണ്. നമ്മളെ കാറ് താഴത്താള് ഇങ്ങനെ പെറുങ്ങാന്ന് ഒരു ഐഡിയ ഇല്ല. വെളിച്ചൊക്കെ മുന്നിൽ കാണുന്നുണ്ട്. ഇതന്നെ ആയിക്കൂലേ വഴി നമ്മൾ പോണ വഴി? എടോ ഇത് വേറെ റിസോർട്ടിൽ കാണാൻ നമ്മളെത്തി. കണ്ടില്ലോ ആ റിസോർട്ടാ ഇത് വേറെ കേട്ടോ എത്തിപ്പെടുന്നത്. ഇവിടേക്ക് പൈസ ഇതൊക്കെ ഉണ്ടോ? പോലീസാ? ആടോ ഫോറസ്റ്റ് ഓഫീസറ്റാ. ഇങ്ങോട്ട് ടിക്കറ്റ് ഇല്ലേ? ആ നമ്മൾ അപ്പുറത്തോടെ വന്നാലേ സീനൊന്നുമില്ല. പറയാ അതവിടെ എത്തില്ലേ? വഴി തെറ്റാ പറഞ്ഞ പോരെ. സീൻ ഞങ്ങൾ ഈ വ്യൂ കൂടെ അല്ല കയറിയത്, അപ്പുറത്ത് വ്യൂ. ഇതാണ് ശരിക്കും കാൽവരി മൗണ്ട്. ഒടുവിൽ ഞങ്ങൾ എത്തി. അതിനത്ര വിചാരിച്ച അത്ര അടുക്കാനില്ലായിരിക്കും, കുറച്ച് മാത്രം. വണ്ടി സ്റ്റാർട്ടാക്കി എടുക്കട്ടെ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഷെയർ. ഓക്കെ ബൈ, സീ യു ഇൻ ഫ്യൂച്ചർ.